ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രിൻറ്റ് ഷോപ്പിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഡെലിവറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സംഭവം നമുക്കൊന്ന് നോക്കാം. ഞാൻ ഓൾറെഡി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിക്ക്. ഇതാണ് കേട്ടോ സാധനം. അപ്പോൾ ഇത് ഞാൻ ഐഫോണിനൊരു കവർ വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കീ ചെയിനും കൂടെ കിട്ടി. അപ്പോൾ അതിനെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. കീ ചെയിൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, പിന്നെ ഇത് ഐഫോണിൻ്റെ കവർ പ്രിൻറ്റ് ചെയ്തതാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ 600 രൂപയുടെ ഉള്ളിലാണ്. നല്ല രസമുണ്ട്. പക്ഷേ ഇത് വാങ്ങിച്ചതിൽ എനിക്കൊരു പ്രോബ്ലം പറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഇത് ബലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഒരു ക്യാമറൻ്റെ ഭാഗമില്ലേ, ആ ക്യാമറൻ്റെ ഭാഗം കുറച്ചുകൂടെ മുകളിലോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഐഫോണിൻ്റെ ക്യാമറ സ്ക്രാച്ചൊന്നും ആവാതെ അങ്ങനെ കറക്റ്റായിട്ടുണ്ടാവും. ഇത് ശരിക്കും അതിൽ പതിഞ്ഞ് നിൽക്കുക, അപ്പോൾ ക്യാമറയാണ് മുകളിലോട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ക്യാമറ സ്ക്രാച്ച് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ പിന്നെ ഇത് നമുക്ക് എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാനത് കറക്റ്റായിട്ട് ഞാൻ ഐഫോണും കൂടെ എടുത്തിട്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ സംഭവം. അതായത് നമ്മൾ ഐഫോൺ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിച്ച കവറാണത്. അപ്പോൾ അത് നമ്മൾ ഇടുമ്പോൾ ക്യാമറ ഉള്ളിലോട്ടും അതിൻ്റെ ആ ഒരു എഡ്ജ് പുറത്തോട്ടുമാണ് നിൽക്കുന്നത്, കവറിൻ്റെ ഒരു എഡ്ജ്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് സർഫേസിൽ വേണമെങ്കിലും വയ്ക്കാം. ക്യാമറയിൽ അത് മുട്ടില്ല, അതുകൊണ്ട് തന്നെ സ്ക്രാച്ച് ആവില്ല. പക്ഷേ ഇത് നോർമലായിട്ട് ഈ ഒരു സംഭവം ഇടുമ്പോൾ കണ്ടില്ലേ, ക്യാമറയാണ് മുകളിലോട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രയും വിലയുള്ളൊരു ഫോണ് കേടുവന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാമല്ലോ. അതിനും നമ്മൾ ഒരുപാട് എമൗണ്ട് മുടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പ്രിൻ്റ് ഷോപ്പിക്കാർ ഇതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതർവൈസ് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഓക്കെയാണ് കേട്ടോ.